ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വർക്കൗട്ടിൻ്റെ വീഡിയോയിലോട്ടൊന്നല്ല വന്നിരിക്കുന്നത്. ഞാനൊരു അടിപൊളി ഡയറ്റ് പ്ലാനോട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ ഉള്ള ഒരു മസിൽ ബിൽഡിംഗ് ആൻഡ് നമുക്ക് അല്പം സൈസൊക്കെ ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, വെയിറ്റ് കൂട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാനാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ഈ ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്യാവുന്ന ഒരു ഡയറ്റ് പ്ലാനാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഞാൻ അത്യാവശ്യം കാർബോഹൈഡ്രേറ്റ്, നല്ല ഫാറ്റ്, അതുകണക്ക് തന്നെ പ്രോട്ടീൻ, ഓക്കെ, ഈ മൂന്നും അടങ്ങിയിട്ടുള്ള അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ടുന്ന പോഷകങ്ങളെല്ലാം കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ഡയറ്റ് പ്ലാൻ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങളിതൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ, സൂപ്പറാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഓക്കെ, തയ്യാറാക്കി വെച്ചിട്ട് അപ്പം ഇതിനകത്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ തുടക്കം ഇടുന്നത്. ഓക്കെ, അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നമുക്കറിയാം, ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിവസം ഫുള്ള് എനർജിയായിട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ കഴിച്ച് തന്നെ തുടങ്ങണം. ഓക്കെ, അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ കഴിക്കേണ്ടതാണ്, നിങ്ങൾ ഒരു 50 ഗ്രാം കടല എടുത്തിട്ട് നിങ്ങൾ പിറ്റേ ദിവസം രാത്രിയിൽ നിങ്ങൾ വെള്ളത്തിലിട്ട് കുതിർത്ത് നിങ്ങൾ ഇട്ടേക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ രാവിലെ അത് പ്രഷർ കുക്കറിൽ ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം 50 ഗ്രാം കടല, നമ്മുടെ കടലയാണ്. ഓക്കെ, അത് ബോയിൽ ചെയ്ത് എടുത്തതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു 4 മുട്ട എന്ന് പറയുന്നത് 4 മുട്ടയുടെ ഫുള്ള് അതിൻ്റെ മഞ്ഞ കളയാതെയാണ് നിങ്ങൾ കഴിക്കേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒട്ടും നമുക്ക് സൈസൊക്കെ കയറ്റാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഡയറ്റ് പ്ലാനാണ്. ഓക്കെ, അപ്പം 50 ഗ്രാം കടല നിങ്ങൾ ബോയിൽ ചെയ്തെടുത്തതിന് ശേഷം അതിനകത്ത് ഒരല്പം നാരങ്ങാ നീര് പിഴിഞ്ഞൊഴിച്ചിട്ട് അതും അതിൻ്റെ കൂട്ടത്തിൽ 4 മുട്ട ഫുള്ളായിട്ട് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം. അപ്പം നിങ്ങൾക്കറിയാം, മുട്ട എന്ന് പറയുന്നത് അടിപൊളി ഒരു ഫുഡാണ്. അതിനകത്ത് നമുക്ക് അത്യാവശ്യത്തിനുള്ള പ്രോട്ടീനും ഫാറ്റും ഒക്കെ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. നമുക്ക് കടലയിൽ നിന്ന് ഒരുപാട് വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻറ്റും അതുകൂടാതെ തന്നെ നല്ല പ്രോട്ടീൻ നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്നാക്ക് മീൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ, ഓക്കെ, മധുരക്കിഴങ്ങ് നമുക്ക് മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു 2 സ്വീറ്റ് പൊട്ടറ്റോ നിങ്ങൾക്ക് അത് പുഴുങ്ങിയെടുത്ത് റെഡിയാക്കി വെക്കാം. അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 50 ഗ്രാം കപ്പലണ്ടി കൂടെ കഴിക്കാം. ഓക്കെ, 50 ഗ്രാം കപ്പലണ്ടി നമുക്ക് കടയിലറിയാം, അതിന് അത്രത്തോളം വിലയുള്ള സാധനമൊന്നുമല്ല. അത് നമുക്ക് 1 കിലോട്ടൊക്കെ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ലാഭത്തിൽ കിട്ടും. അപ്പം സ്വീറ്റ് പൊട്ടറ്റോ നമുക്ക് മാർക്കറ്റുകളിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്, വലിയ വിലയൊന്നും ഇല്ലാത്ത സാധനമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്വീറ്റ് പൊട്ടറ്റോ നിങ്ങൾ ഒരു 2 എണ്ണം നിങ്ങൾ പുഴുങ്ങി വെക്കുക. അതിനുശേഷം 50 ഗ്രാം കപ്പലണ്ടി, അത് ഉപ്പ് ഒന്നും ഇടാത്ത, റോസ്റ്റൊന്നും ചെയ്യാത്ത നമ്മുടെ പച്ച കപ്പലണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കപ്പലണ്ടി നമുക്ക് നല്ല ഫാറ്റ് കിട്ടും. അതുകൂടാതെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ നമുക്ക് നല്ല കാർബ്സും കിട്ടും. ഓക്കെ, കാർബോഹൈഡ്രേറ്റും കിട്ടും. അപ്പം ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാനാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം മനസ്സിലായല്ലോ എനിക്ക് രണ്ടാമത്തത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് മൂന്നാമത്തെ നമ്മുടെ ലഞ്ചാണ്. ഓക്കെ, ലഞ്ചിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ലഞ്ചിന് നമ്മൾ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 50 ഗ്രാം സോയാബീനാണ്. ഓക്കെ, നമുക്ക് സോയാബീൻ അറിയാം, നമുക്ക് കടകളിലൊക്കെ 10 രൂപ 15 രൂപ കൊടുത്താൽ കിട്ടുന്ന സാധനമാണ് സോയാബീൻ നിങ്ങൾക്ക് മസാലയൊക്കെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പറേഷൻ ചെയ്തെടുക്കാം. നിങ്ങളുടെ വീട്ടിൽ അമ്മയോടോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആക്കി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, നമുക്കല്ല ഇറച്ചി കഴിക്കാം സോയാബീൻ. എൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കൂടിയാണ് സോയാബീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സോയാബീൻ നിങ്ങൾക്ക് 50 ഗ്രാം എടുക്കാം. അത് റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ കൂടെ വൈറ്റ് റൈസ്, നമ്മുടെ വീട്ടിലെ ചോറ്, വെള്ളച്ചോറ്, അതും വലുതായിട്ട് നിങ്ങൾ കഴിക്കരുത്, ഒരു ബൗൾ ചോറ്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ പനീറും കൂടെ നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ പനീർ നിങ്ങൾ വിചാരിക്കും ഇത്രയും ലോ ബഡ്ജറ്റ് ഡയറ്റ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് പനീർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പനീർ നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പനീർ നിങ്ങൾക്ക് മേടിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ ലഞ്ചിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ ഒരു 100 ഗ്രാം പനീർ നിങ്ങൾക്ക് കഴിക്കാം. ഓക്കെ, പനീർ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ മേടിക്കാൻ കിട്ടും. പനീർ കഴിക്കുന്നത് നല്ല പ്രോട്ടീനും നല്ല ഫാറ്റും ഒക്കെ കിട്ടാനായിട്ടാണ് നമ്മൾ പനീർ കഴിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പൈസ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പനീറും ഉൾപ്പെടുത്താം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോയാബീൻ വൈറ്റ് റൈസുമായിട്ട് കഴിക്കാം. ഓക്കെ, നമുക്കറിയാം വൈറ്റ് റൈസ് നല്ല കാർബോഹൈഡ്രേറ്റ് ആണ്. അതുകൂടാതെ സോയാബീൻ നല്ല അടിപൊളിയായിട്ടുള്ള പ്രോട്ടീൻ കണ്ടടങ്ങിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫുഡാണ്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. നമ്മൾ ഡയറ്റ് മാത്രം ചെയ്താൽ പോരാ, നമ്മൾ വർക്കൗട്ട് ചെയ്യണം. കാരണം നമ്മുടെ മസിൽ ഗെയിനിങ്ങിന്
നമ്മുടെ ഒരു സൈസൊക്കെ കയറ്റാൻ വേണ്ടി നമ്മൾ വർക്കൗട്ട് നമുക്ക് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പം വർക്കൗട്ടിന് മുമ്പായിട്ട് നമ്മൾ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു 5 മണിക്ക് വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് 1 മണിക്കൂർ മുമ്പ് നിങ്ങൾ കഴിക്കേണ്ടതാണ്. നമ്മൾ കടകളിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും ബ്രൗൺ ബ്രെഡ്. ഓക്കെ, ബ്രൗൺ ബ്രെഡിന് അത്ര വലിയ വിലയുള്ള സാധനമൊന്നുമല്ല. നല്ല ഗോതമ്പിൻ്റെ വീറ്റിൻ്റെ തന്നെ വീറ്റിൻ്റെ തന്നെ മേടിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ബ്രൗൺ ബ്രെഡ് മേടിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു ഏത്തയ്ക്ക, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പീനട്ട് ബട്ടർ മാർക്കറ്റുകളിൽ ഒരുപാട് കിട്ടുന്ന സാധനമാണ് പീനട്ട് ബട്ടർ. പക്ഷേ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള, ഉപ്പ് ചേർക്കാത്ത, അതിന് തന്നെ ആഡഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടൻറ്റുകൾ ചേർക്കാത്ത, ഷുഗറൊന്നും വാരി ചേർക്കാത്ത നല്ല പീനട്ട് ബട്ടർ തന്നെ നോക്കി മേടിക്കുക. എന്നിട്ട് 4 ബ്രൗൺ ബ്രെഡ്, 4 പീസ് ബ്രൗൺ ബ്രെഡ്, ഒരു ബനാന, അതിനൊക്കെ തന്നെ പീനട്ട് ബട്ടർ അതിനകത്ത് ആഡ് ചെയ്ത്, ബ്രൗൺ ബ്രെഡിനകത്ത് ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഏത്തപ്പഴം കഴിക്കാം. ഓക്കെ, അപ്പോൾ പീനട്ട് ബട്ടറിൽ നമുക്ക് അത്യാവശ്യം പ്രോട്ടീൻ കിട്ടും. അതുകൂടാതെ ബ്രൗൺ ബ്രെഡുണ്ട്, അതുകൂടാതെ നമുക്ക് ഏത്തക്കയുണ്ട്. റിച്ച് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ്. അതിൻ്റെ കൂടെ പൊട്ടാസ്യം കിട്ടും, മഗ്നീഷ്യം കിട്ടും. ഓക്കെ, അപ്പം കംപ്ലീറ്റ് നല്ല എല്ലാം നിങ്ങൾക്ക് വൈറ്റമിൻസ് ഉൾപ്പെടെ കിട്ടുന്ന ഒരു ഡയറ്റ് പ്ലാനാണ്. ഓക്കെ, അപ്പം അതിനുശേഷം നമ്മൾ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ടിന് ശേഷമാണ്. അപ്പം വർക്കൗട്ടിന് ശേഷം നമ്മൾ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ മസിൽസൊക്കെ ബ്രേക്ക് ആവും. അപ്പം നമ്മൾ അതിന് റിക്കവർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ടതാണ് ഒരു ഏത്തപ്പഴം, അതിനുശേഷം ഒരു 4 മുട്ട നിങ്ങൾ ഫുള്ളായിട്ട് കഴിക്കുക, മഞ്ഞ ഒഴിവാക്കരുത്. അതിനുശേഷം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 2 പൊട്ടറ്റോ, നമ്മുടെ ഉരുളക്കിഴങ്ങ് 2 എണ്ണം നിങ്ങൾ വേവിച്ച് കഷ്ണമാക്കി വെച്ചിട്ട് നിങ്ങൾ കഴിക്കുക. ഓക്കെ, അപ്പം എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഒരു ഏത്തപ്പഴം, 4 മുട്ട, 2 ഉരുളക്കിഴങ്ങ്. ഓക്കെ, അപ്പം അറിയാം, എഗ്ഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോട്ടീനാണ്, നമ്മുടെ മസിൽ റിക്കവറിക്ക് നിങ്ങളെ സഹായിക്കും. വർക്കൗട്ടിന് ശേഷം ബനാന നിങ്ങളുടെ കാർബോഹൈഡ്രേറ്റ് തരും, കാർബോഹൈഡ്രേറ്റ് റിച്ചാണ്. അതുകൂടാതെ പൊട്ടറ്റോയും കാർബോഹൈഡ്രേറ്റ് റിച്ചാണ്, ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് കൂടിയാണ്. ഓക്കെ, മനസ്സിലായെന്ന് വരുന്നു. അടുത്ത ഡിന്നറാണ്. നിങ്ങൾ ലാസ്റ്റായിട്ട് ഡിന്നറിലോട്ട് വരാം. ഡിന്നർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു 4 ചപ്പാത്തി കഴിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 50 ഗ്രാം സോയാബീൻ, നിങ്ങൾ ഉച്ചയ്ക്ക് എങ്ങനെയാണോ കഴിച്ചത് അതേ കണക്ക് തന്നെ കഴിക്കാം. ഓക്കെ, ഇതിനകത്ത് ഞാൻ നോൺ വെജുകളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. മുട്ട മാത്രമാണ് നമ്മൾ നോൺ വെജിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി എല്ലാം വെജിറ്റബിൾസ് ആണ്. നല്ല അടിപൊളി പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഗുഡ് ഫാറ്റും ഒക്കെ കിട്ടുന്ന ഫുഡുകളാണ്. അപ്പം രാത്രി കഴിക്കേണ്ടത് 4 ചപ്പാത്തി, അതിൻ്റെ കൂട്ടത്തിൽ 50 ഗ്രാം സോയാബീൻ. നിങ്ങൾക്ക് ഏത് രീതികളിലും സോയാബീൻ നിങ്ങൾക്ക് കറി വെച്ച് കഴിക്കാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഒരു ദിവസത്തെ കംപ്ലീറ്റ് മീൽ. ഇതിനെല്ലാം കൂടെ അധികം പൈസയൊന്നും നിങ്ങൾക്ക് ചിലവാകത്തില്ല. ഈ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ മേടിച്ച് വെക്കാവുന്ന സാധനങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ഇത് വെറും ഒരു ഡയറ്റ് പ്ലാനല്ല, നിങ്ങളുടെ മസിൽ ഗെയിനിങ്ങിനും, നിങ്ങൾക്ക് ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസിൽ ഗെയിനിങ്ങിനും നിങ്ങളുടെ സൈസ് ഗെയിൻ ചെയ്യാനൊക്കെയുള്ള സൂപ്പർ ഒരു ഡയറ്റ് പ്ലാനാണ്. നിങ്ങൾ വീട്ടിലൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ, എന്നിട്ട് കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പം അടുത്ത ഒരു വീഡിയോ ആണെന്ന് പറയാം.